ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. പ്ലെയിൻ ചെയിനാണിത്, പിന്നെ ഹെഡ് പിന്ന്, ബീഡ്സ് വൈറ്റ് കളറ്, ഐ പിന്ന്, പിന്നെ ഗോബി ഷേപ്പുള്ള വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹെഡ് പിന്ന്, ജമ്പ് റിങ് അതായത് വട്ടക്കണ്ണി, പിന്നെ നമ്മുടെ ഇയർ ഹുക്കും. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ഈ മുത്ത് കോർക്കാം. അതായത് ഈ ഗോപി ഷേപ്പിലുള്ള രണ്ട് സൈസിലുള്ള വൈറ്റ് കളർ മുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഈ മുത്ത് എടുക്കുക, അതിലോട്ട് ഈ ഹെഡ് പിന്നിലാണ് കോർക്കുന്നത്. കോർത്ത ശേഷം മുകളിലായിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ലൂപ്പിനുള്ള അത്രയും ലെങ്ത് നിർത്തി ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലെയറാണ് റൗണ്ട് നോസ് പ്ലെയർ. അപ്പോൾ നമുക്ക് ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ തിരിച്ച് ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ മുഴുവനായിട്ട് ക്ലോസ് ചെയ്യേണ്ട, ഒരു ഹാഫ് ഇങ്ങനെ തിരിച്ച് റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ചെറിയ ഈ ഡ്രോപ്പ് ഷേപ്പ് മുത്താവുമ്പോൾ ഇതേപോലെ തന്നെ ലൂപ്പ് ഉണ്ടാക്കി വെക്കണം. അത് പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിവിടെ ലൂപ്പ് വീണ്ടും നമുക്ക് അകത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫസ്റ്റ് തന്നെ ക്ലോസ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ മുത്തുകൾ രണ്ടും നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് നമ്മുടെ ചെയിൻ എടുക്കുക. ഈ ചെയിൻ്റെ നടുവിലായിട്ട് ഈ വലിയ ഗോപി ഷേപ്പിലുള്ള മുത്താണ് നമുക്ക് കോർക്കേണ്ടത്. അപ്പോൾ ചെയിൻ കറക്റ്റായിട്ട് ലെങ്ത്ത് കറക്റ്റ് നടുവ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ വരുന്ന കറക്റ്റ് ആ ഒരു കണ്ണി ഉണ്ടല്ലോ, അതിലോട്ട് ഈ വലിയ മുത്ത് കോർക്കാം. അപ്പോൾ ഈ മുത്ത് കറക്റ്റായിട്ട് കോർക്കുക. കോർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു ഹാഫായിട്ടാണ് വെച്ചിരുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഇവിടെ ടൈറ്റാക്കി വെക്കാം. അപ്പോൾ ഒരു ഗ്യാപ്പില്ലാതെ നമ്മൾ നടുവിലായിട്ട് കോർത്ത് കഴിഞ്ഞു. ഇനി രണ്ട് സൈഡിലും നമ്മൾ കുഞ്ഞ വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോൾ വരുന്ന ഒരു ഹെഡ് പിന്നാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് നടുവിൽ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് ഓരോന്ന് ഉപയോഗിക്കാം. ഫസ്റ്റ് ഒരു പീസ് എടുക്കുക, അതിൽ ഈ ഒരു മുത്ത് കോർക്കുക. 4 mm സൈസ് വരുന്ന വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോർക്കാൻ ഞാനിവിടെ ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് നടുവിൽ കോർത്ത് കഴിഞ്ഞിട്ട് 4ാമത്തെ കണ്ണിയാണ്, അത് 4th റിങ് വരുന്നുണ്ടല്ലോ, അതിലോട്ടാണ് ഇപ്പോൾ ഇത് കോർക്കുന്നത്. ഇത് കോർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിത് തിരിച്ച് പിടിച്ചിട്ട് ഈ മുത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം. കൈ കൊണ്ടാകുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയും തോറും നമുക്ക് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് ചുറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കഴിയുമ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ അത് മുത്തിനോട് ചേർന്നിരുന്നോളും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മുത്ത് കോർത്തു, ഇതേപോലെ തന്നെ രണ്ടാമത്തെ മുത്ത് നെക്സ്റ്റ് കോർക്കാം, പിന്നെ മൂന്നാമത്തെ മുത്ത് കോർക്കാം. ഒരു ഭാഗത്ത് 3 വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഹെഡ് പിന്നിൽ മുത്ത് കോർത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് മുത്ത് കോർക്കുമ്പോൾ അതിനിടയിൽ വരുന്ന ഗ്യാപ്പ് 3 റിങ് വെച്ചിട്ടാണ് ഗ്യാപ്പ് വിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മുത്ത് കോർക്കാൻ ഞാനിവിടെ 3 റിങ് അതായത് 3 കണ്ണികളാണ് ഗ്യാപ്പ് വിടുന്നത്. മൂന്നാമത്തെ കണ്ണിയിലാണ് ഈ മുത്ത് കോർക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗ്യാപ്പ് വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ ഗ്യാപ്പ് വിടാം, അല്ല കുറച്ചുകൂടി ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ മുത്തായിരിക്കണം. ഇത് സൈസ് അതായത് മുത്തുകൾ പരസ്പരം മുട്ടുന്ന ആ ഒരു അത്രയും ഗ്യാപ്പിലാണ് കണക്കാക്കിയിട്ട് വിട്ടാൽ മതി. അത് മുത്തെടുക്കുന്ന വലിപ്പം കണക്കാക്കിയിട്ട് ഗ്യാപ്പ് നോക്കി അതിനനുസരിച്ചിട്ട് കോർത്താൽ മതി. നമ്മൾ 2 മുത്ത് കോർത്തു, അതേപോലെ തന്നെ മൂന്നാമത്തെ മുത്ത് കൂടി ഈ ഭാഗത്ത് കോർത്തു. ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ 3 മുത്ത് കോർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ പിൻ എടുക്കുക. ഐ പിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാവും, അതൊന്ന് സൈഡിലോട്ടൊന്ന് അകത്തുക. അകത്തിയ ശേഷം ഈ ചെയിൻ്റെ ഒരു ചെയിനിൽ അത് ഒരു ഭാഗത്ത് ഈ ഐ പിൻ ആദ്യം കോർക്കാം. അപ്പോൾ നമ്മൾ ഈ മുത്ത് കോർത്ത് നിർത്തി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കണ്ണി ഉണ്ടല്ലോ, അതിലോട്ട് ഈ ലൂപ്പ് കോർക്കുക. ലൂപ്പ് അതിൽ കോർത്ത ശേഷം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് റെഡിയാക്കാം. ക്ലോസ് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് നമ്മൾ മുത്ത് കോർക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കോർത്തിരിക്കുന്ന അതേ സൈസിൽ വരുന്ന മുത്ത് ഒരെണ്ണം കോർക്കുന്നു. പിന്നെ നമ്മൾ ഈ ഡ്രോപ്പ് ഷേപ്പ് ഫസ്റ്റ് തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോർത്തിട്ട് അത് കോർക്കുക. വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ആ ലൂപ്പിന് വേണ്ട അത്രയും ലെങ്ത് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. ഇത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യണ്ട. നമ്മൾ ഫസ്റ്റ് ഒരു ലൂപ്പ് ഒരു ചെയിനിൽ കോർത്ത പോലെ തന്നെ ഈ ലൂപ്പ് നമ്മൾ മറ്റേ ഭാഗത്തുള്ള ചെയിനിൽ കൂടി കോർത്തത് ജോയിൻ ആക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ കമ്മൽ താഴെ വെക്കുക. നമ്മൾ ഒരു ഭാഗത്ത് കോർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റേ ഭാഗത്തെ ഈ ലാസ്റ്റ് കോർത്തിരിക്കുന്ന മുത്തിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രണ്ടാമത്തെ കണ്ണിയിലാണ് നമ്മൾ ഈ ലൂപ്പ് കോർക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ഒരു ഭാഗത്ത് മുത്തിൻ്റെ മുകളിൽ രണ്ടാമത്തെ കണ്ണിയിൽ കോർത്തു, അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും രണ്ടാമത്തെ കണ്ണിയിൽ ഈ ലൂപ്പ് കോർക്കുക. അതിനുശേഷം ലൂപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ ഹുക്കിലൂടെ ഇത് കോർക്കണം, അത്രയേ ഉള്ളൂ.
നെക്സ്റ്റ് ജമ്പ് റിങ് എടുക്കുക. നമ്മുടെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, വട്ടക്കണ്ണി എടുക്കുക. അതൊന്ന് അകത്തിയ ശേഷം ഈ 2 ചെയിനും അറ്റം നമ്മൾ ഈ ജമ്പ് റിങ്ങിലോട്ട് കോർക്കുകയാണ്. ഡയറക്റ്റ് ഇയർ ഹുക്കിലോട്ട് വേണമെങ്കിലും കോർക്കാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ജമ്പ് റിങ്ങിൽ കോർത്ത ശേഷം ഇതിലോട്ട് ഇയർ ഹുക്ക് കോർത്താലും മതി. അപ്പോൾ ഇയർ ഹുക്ക് കൂടി ഇതിലോട്ട് കോർത്ത ശേഷം നമുക്ക് ജമ്പ് റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ കമ്മൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഭംഗിയുള്ള കമ്മലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, കമ്മൽ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.